പ്രിയമുള്ളവരെ, വചനജ്വാല 1777 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 13 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്നിവർ ഉണ്ടായിരുന്നു. കൊട്ടാര ഷണ്ഡന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി. ദാനിയേലിനെ ബെൽത്തേഷാസാർ എന്നും, ഹനനിയായെ ഷദ്രാക്ക് എന്നും, മിഷായേലിനെ മെഷാക്ക് എന്നും, അസറിയായെ അബദ്ഗനാഗോ എന്നും വിളിച്ചു. എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനയാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. അവൻ ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ പ്രായത്തിലുള്ള മറ്റ് യുവാക്കന്മാരെക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ച എന്റെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ആയാൽ രാജ്യസമക്ഷം എന്റെ ജീവൻ നീ അപകടത്തിലാക്കും. തനിക്കും ഹനനിയായ്ക്കും മിഷായേലിനും അസറിയായ്ക്കും വേണ്ടി പ്രധാന ഷണ്ഡൻ നിയോഗിച്ചിരുന്ന വിചാരിപ്പുകാരനോട് ദാനിയേൽ പറഞ്ഞു, നിന്റെ ഈ ദാസന്മാരെ 10 ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ. ഞങ്ങൾക്ക് മാത്രം സസ്യവും ഭക്ഷണവും ജലവും മാത്രം തരിക. അതിനുശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ കാണുക. നീ കാണുന്നതനുസരിച്ച് നിന്റെ ദാസന്മാരോട് വർത്തിച്ചാലും. അവരുടെ വാക്ക് കേട്ട് അവൻ അവരെ 10 ദിവസത്തേക്ക് പരീക്ഷിച്ചു. 10 ദിവസങ്ങൾക്ക് ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളെക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു. അതുകൊണ്ട് വിചാരിപ്പുകാരൻ അവരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനും അവർ കുടിക്കേണ്ടിയിരുന്ന വീഞ്ഞിനും പകരം അവർക്ക് സസ്യഭക്ഷണം നൽകി. ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിനെ കഴിഞ്ഞിരുന്നു. അവരെ തന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്ന ദിവസം വന്നപ്പോൾ അവൻ പ്രധാന ഷണ്ഡന്മാരെ അവരെ നബൂഖദ്നേസറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചു. എന്നാൽ ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്നിവർക്ക് തുല്യരായി അവരിൽ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ അവർ രാജ്യസേവകരായി തീർന്നു. വിജ്ഞാനത്തെയും അറിവിനെയും സംബന്ധിച്ച് രാജാവ് ചോദിച്ച ഏത് കാര്യത്തിലും അവർ രാജ്യത്തെ ഏത് മാന്ത്രികനെയും ആഭിചാരക്കാരനെയും കാൾ 10 ഇരട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു. സൈറസ് രാജാവിന്റെ 1-ാം ഭരണവർഷം വരെ ദാനിയേൽ അവിടെ കഴിഞ്ഞു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതരായ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ് ഇന്ന്. ആവേ മരിയ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം. മോണ്ടിഗോറി ആശുപത്രിയിൽ നേഴ്സായിരുന്ന പെരീന ഗെല്ലിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കരുണയുടെ ജപമാല ചൊല്ലുവാനും പ്രചരിപ്പിക്കുവാനും ആവശ്യപ്പെടുകയായിരുന്നു. ഓരോ മാസവും 1-ാം തീയതി മുതൽ 12-ാം തീയതി വരെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലുകയും 13-ാം തീയതി
മാസത്തിരുനാളായി ആചരിക്കാനും തുടങ്ങി. ജൂലൈ 13 ആണ് ഈ തിരുനാൾ. നമുക്കറിയാവുന്നത് പോലെ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന ലുത്തിനിയായിൽ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണല്ലോ നമ്മൾ. റോസാ മിസ്റ്റിക്കയുടെ തിരുസ്വരൂപത്തിൽ വെള്ള, ചുവപ്പ്, സ്വർണ്ണ നിറത്തിൽ ഉള്ള ഓരോ റോസാപ്പൂക്കൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, പരിഹാരം ചെയ്യുക എന്നാണ് മാതാവിന്റെ ആഹ്വാനം. 7 പ്രാവശ്യം പീറീനാഗല്ലിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലോകം മുഴുവനുമുള്ള വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തു. ഈ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകമായി നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഓർമ്മിച്ചുകൊണ്ട് അവരെയും നമ്മെ ഓരോരുത്തരെയും മാതാവിന്റെ വിമല ഹൃദയത്തിലേക്കും ഈശോയുടെ തിരുഹൃദയത്തിലേക്കും നമുക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ ചക്രവർത്തിയായ വിശുദ്ധ ഹെൻറി തൃതീയനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. വിശുദ്ധ ഹെൻറി ദ്വിതീയന്റെയും റോസാ മിസ്റ്റിക്ക മാതാവിന്റെയും പ്രത്യേകം മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.